നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വെയിൽ കൊണ്ടിട്ട് വന്നവരാണോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മുടെ ഫേസിലെ കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരു കഴിഞ്ഞു ദേ ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. നമുക്ക് ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സൺ ടാൻ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ, നമ്മുടെ ഫേസിലെ കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ആക്കാനായിട്ടും പറ്റുന്ന ഒരു ബ്യൂട്ടി ടിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ബ്യൂട്ടി ടിപ്പ് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു റൊട്ടീനാണ്. ഈ ഒരു കാലാവസ്ഥയിൽ, നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയിൽ നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ടും അതേപോലെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ആക്കി വെക്കാനായിട്ടും സൺ ടാൻ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഞാനിത് ഡെയിലി ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റൊട്ടീനാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഒരു മസാജിങ് ആണ്. അതിന് ശേഷം നമ്മളൊരു പാക്ക് പോലെ ഒരു പാക്ക് തയ്യാറാക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 സ്റ്റെപ്പുകളും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റി യങ്ങാക്കി വെക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും അതേപോലെ സൺ ടാൻ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഐസ് ക്യൂബ്സ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ സംഭവം. കിഡു ഐറ്റം ആണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അടിപൊളിയാണ്. നമുക്കിത് ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറേ ദിവസത്തേന് നമുക്കിത് യൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണേ. ഇങ്ങനെ റൗണ്ടിൽ നമ്മൾ ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ടുള്ള ഈ ഒരു മസാജിങ് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് റീഫ്രഷ് ചെയ്യാനായിട്ടും സൺ ടാൻ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു ചൂടുള്ള അവസ്ഥയിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് വാഷ് ചെയ്യരുത്. നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുകയേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ തുടയ്ക്കുന്നതിന് മുമ്പേ ഒരു മിനിറ്റ്സോ 2 മിനിറ്റ്സോ ഇതിങ്ങനെ തന്നെ വെക്കും കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് തുടച്ചെടുക്കുന്നത്. അപ്പം ഓൾറെഡി ഞാനിപ്പം 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനിത് തുടച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിന് നല്ലൊരു വ്യത്യാസം നമ്മുടെ ഫേസിൽ കാണുവാനായിട്ട് പറ്റും. സ്കിൻ നന്നായിട്ട് യങ്ങാക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പാക്കിന് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേനാണ്. അപ്പോൾ ഞാൻ കുറച്ച് തേന് ഇതിലേക്ക് എടുക്കുകയാണ്. 1 സ്പൂൺ തേൻ ഒഴിച്ചാൽ മതി. ഇനി അടുത്തായിട്ട് വേണ്ടത് മഞ്ഞളാണ്. ഇത് പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ പച്ചമഞ്ഞൾ വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. കറിക്ക് ഉപയോഗിക്കുന്നതല്ല. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ നമുക്ക്. ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സൺ ടാൻ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഐറ്റമാണ് കേട്ടോ. അത് നോക്ക്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണേ. മഞ്ഞൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഹണി നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. വെറും ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ്സ് വയ്ക്കുക. അതിന് ശേഷം വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
സ്കിൻ നന്നായിട്ട് ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. അതേപോലെ ഈ ഒരു 2 സ്റ്റെപ്സ് മാത്രം മതി നമ്മുടെ സ്കിൻ എന്നും ചെറുപ്പമായിട്ടിരിക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആവാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.